എന്താണ് ഇവിടെ നല്ല ഭക്തജന തിരക്കാണ് ഗുരുവായൂർ. ഇന്ന് സൺഡേ ആണ്, ഒത്തിരി തിരക്കുള്ള ദിവസമാണ്. കഞ്ഞി കുടിക്കണ തിരക്ക്, പാൽപ്പായസം മേടിക്കണ തിരക്ക്, തൊഴാൻ വരുന്ന തിരക്ക്, എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ളതെന്ന് പറയാൻ പോലും പറ്റില്ല, അത്രയും തിരക്കാണ്. ഒരു സൈഡിൽ ഭക്തരുടെ തിരക്ക്, ഒരു സൈഡിൽ ഭക്തർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇല ക്ലീൻ ചെയ്യുന്നു, വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു. ഭയങ്കര തിരക്കാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ 7ാം ദിവസമാണെന്ന്, അതുകൊണ്ട് തിരക്ക് കൂടുതലാണെന്ന്. ഞായറാഴ്ചയാണ്, ഭക്തർക്ക് വരാനേ എല്ലാവർക്കും ലീവുള്ള ദിവസമാണ്. അതുകൊണ്ട് ഒരുപാട് ഭക്തർ ഇന്ന് തൊഴാൻ വരുന്ന ദിവസമാണ്, ഒത്തിരി തിരക്കുള്ള ദിവസമാണ്. ഇത് വാഴയ്ക്കാണ്, കാളന് കൊടുക്കാനാണ് നാളേക്കുള്ള കാളൻ. ഇത് വെള്ളരിക്ക, മോരുകറിക്ക് വന്നിട്ടുള്ള വെള്ളരിക്കകളാണ്. ലോഡാണ് വന്നത്, 1 kg 2 kg ഒന്നുമല്ല, ലോഡ് കണക്കിന് സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇവരെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. താന ഓട്ടത്തിൻ്റെ വന്നതാണ് എല്ലാവരും ജോലി ചെയ്യാൻ. വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യണം, വാഴയ്ക്കെല്ലാം കട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇവിടെ മാങ്ങ അച്ചാറിന് മുറിക്കണം, മാങ്ങ അച്ചാറിന് മുറിച്ചുകൊണ്ടിരിക്കണം. ഇത് അവിയലിനാണ്, അവിയലിനുള്ള കായ് മുറിക്കണം. ഇവർക്ക് അവിയലിൻ്റെ കായ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ അവിയലിൻ്റെ കായ് മുറിക്കണം. അവിയലിനാണ് അമ്മ മുറിക്കണത്? അവിയലിനുള്ളതാ? എരിശ്ശേരിക്കാ? ആ ശരി ശരി. എവിടുന്ന സ്ഥലം, എവിടുന്ന് വന്നമ്മ? പാലക്കാട് നിന്ന്. ആ, എത്ര ദിവസമായി വന്നിട്ട്? ആനയോട്ടത്തിൽ നിന്ന് വന്നതാ? ഇവിടെ തന്നെ താമസമൊക്കെ? ഡെയിലി പൈസയാണോ? 200 രൂപ വേണം ബസ്സിന്. അതെ, ആ ശരി. ഇവരൊക്കെ വെജിറ്റബിൾ കട്ട് ചെയ്യുക, കായോട് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഗുരുവായൂർ ഉത്സവം അടിച്ച് പൊളിക്കുന്നതാണ് ജനങ്ങളെല്ലാവരും. എല്ലാവർക്കും നല്ല കഞ്ഞി, നല്ല ഫുഡ്, നല്ല സദ്യ ഒക്കെ ഉണ്ട്. എല്ലാവരും ഗുരുവായൂർ ഉത്സവത്തിൽ എത്തിക്കഴിഞ്ഞവരോട് സന്തോഷമുണ്ട്. ഇനി എല്ലാവരും എത്താൻ പറ്റാത്തവരെല്ലാം ഈ ന്യൂസ് കണ്ടിട്ട് ഗുരുവായൂർ ഉത്സവത്തിലെത്തണം. നാളെ മറ്റൊക്കെ ഒത്തിരി ഗ്രാൻഡായിട്ടുള്ള ഉത്സവമാണ്. ലാസ്റ്റ് ദിവസം വന്നു തുടങ്ങി, 7ാം ദിവസമാണ്. 19-ാം തീയതി അവസാനമാണ്. 10-ാം തീയതി ആനയോട്ടം കഴിഞ്ഞ് കൊടിയേറിയതാണ്. അന്ന് തൊട്ട് തുടങ്ങിയ തിരക്കാണ് ഗുരുവായൂരുണ്ട്. ഭക്തജന തിരക്ക് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ഭക്തജന